ബോൺ നദാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. അവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഇരിക്കുന്ന നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഇരിക്കുന്ന സാന്താമാരൊക്കെ നൃത്തം ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണേണ്ടത്. അതിനിടയ്ക്ക് സഹിൻ ആന്റണി ആരോടൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. സഹിനെ, സഹിൻ ആന്റണിയിലേക്ക് എത്താം. സഹിൻ ആന്റണിയും പിന്നെ ലെവിൻ കെ വിജയനുമാണ് അവിടെ ഉള്ളത്. അവർക്ക് ചുറ്റും നിറയെ, അവർക്ക് ചുറ്റും മാത്രമല്ല തൃശ്ശൂർ നഗരത്തെ മുഴുവൻ ചുറ്റി 15,000-ലധികം പാപ്പാമാരും ഉണ്ട് അവിടെ. ചെറിയ സൈസ് പാപ്പ തൊട്ട് വലിയ പാപ്പമാർ വരെ അവിടെ ഉണ്ട്. നമ്മൾ അവരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. മറ്റൊരു വശത്തെ ബോൺ നദാലയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മന്ത്രി കെ രാജൻ, മേയർ നിജി അടക്കമുള്ള ആളുകളൊക്കെയും അവിടെയുണ്ട്. ഇതിന്റെ ഭാരവാഹികളൊക്കെയും ഉണ്ട്. ലെവിൻ കെ വിജയൻ കൂടി വിവരങ്ങളുമായിട്ടുണ്ട്. ലെവിനെ, ഇപ്പം ഏതുവരെ എത്തി? സേതു, ഇപ്പോൾ ബോൺ നദാല സ്വരാജ് റൗണ്ടിലേക്ക് പൂർണ്ണമായും പ്രവേശിച്ചു. മുൻവരിയിലാണ് നമ്മൾ ഉള്ളത്. നമുക്ക് കാണാം പൗരപ്രമുഖരായിട്ടുള്ള ആളുകളും തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുമൊക്കെ ഈ മുൻനിരയിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ്രൂസ് താഴത്ത് പിതാവടക്കമുള്ള ആളുകളുണ്ട്. കൽതായ സഭയുടെ പരമാധ്യക്ഷനായ അവരൻ പിതാവുണ്ട്. അങ്ങനെ ഒട്ടേറെ ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാകുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ റാലിക്കൊപ്പം, ബോൺ നദാലയ്ക്കൊപ്പം അല്പസമയം മുൻപ് വരെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴാണ് ഈ റാലിയിൽ നിന്നും, ഈ ബോൺ നദാലയുടെ മുൻവശത്ത് നിന്നും അദ്ദേഹം മാറിയത്. മന്ത്രി കെ രാജൻ, തൃശ്ശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, കോൺഗ്രസ് നേതാക്കളായ ജോസ് വള്ളൂർ, രാജൻ പല്ലൻ, ഷാജി കോടകണ്ടത്ത് തുടങ്ങിയ ആളുകളൊക്കെയാണ് ഈ മുൻനിരയിൽ ഇപ്പോൾ ഉള്ളത്. ഇവർക്കൊപ്പം തന്നെ തൃശ്ശൂരിലെ പൗരപ്രമുഖരും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി പല സ്ഥലങ്ങളിലായി ഒത്തുചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിവിധ പ്ലോട്ടുകളും കലാരൂപങ്ങളും ഒക്കെ ഈ റാലിയുടെ ഭാഗമാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നടന്ന ബോൺ നദാല ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ബോൺ നദാല എന്നുള്ള ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള പരിപാടിയാണ്. അത്രയും തന്നെ ആൾക്കാർ ഈ തവണയും പങ്കെടുക്കുന്നുണ്ട്. 15,000-ഓളം ആളുകൾ ഈ തവണയും ബോൺ നദാലയുടെ ഭാഗമായി മാറുന്നുണ്ട്. സ്വരാജ് റൗണ്ടിലേക്ക് ബോൺ നദാല പ്രവേശിച്ചു കഴിഞ്ഞു. വലിയ ആവേശത്തോടു കൂടി ഈ റോഡിന്റെ ഇരുവശത്തു നിന്നും തുടങ്ങും. ഡാൻസ് തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഈ ബോൺ നദാലയുടെ മുൻവശത്താണുള്ളത്. ഇതിന് പിന്നിൽ വരുന്ന വിവിധ സംഘങ്ങളായി വരുന്ന ഓരോ, കൃത്യമായി പറഞ്ഞാൽ തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള വിവിധ ഇടവകകളിൽ നിന്നുള്ള ആളുകൾ കൂടി ചേർന്നാണ് ഇവിടുത്തെ, പ്രത്യേകിച്ച് കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ പങ്കുചേർന്നുകൊണ്ടാണ് ഈ റാലി നടത്തുന്നത്, അല്ലെങ്കിൽ ബോൺ നദാലയുടെ ഭാഗമായി പങ്കെടുക്കുന്നത്. അവരാണ് നൃത്തത്തിലേക്കും, പാപ്പാനിമാരാണ് മറ്റും നൃത്തത്തിലേക്കും ഒക്കെ കടന്നു വരുന്നതും മറ്റും. അവർ ഈ ബോൺ നദാലയുടെ മുൻവശത്തിന് തൊട്ട് പിന്നാലെ തന്നെയുണ്ട് പ്ലോട്ടുകളുണ്ട്. ആ പ്ലോട്ടുകൾക്ക് പിന്നാലെ തന്നെയുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ നമുക്കത് കാണാൻ പറ്റും. ഒന്ന് അറേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു താമസമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിനുവേണ്ടി സജ്ജീകരണങ്ങളൊക്കെ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നിർവഹിച്ചു വരുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ ഈ ബോൺ നദാലയ്ക്ക് വേണ്ടി ഒരു തീം സോങ് ഈ സംഘാടകർ തയ്യാറാക്കിയിട്ട്, ആ തീം സോങ്ങോട് കൂടിയായിരിക്കും ഈ ചുവടുകളും മറ്റും വെച്ച് ആളുകൾ എത്തിച്ചേരുക. ഏതായാലും വളരെ ആവേശത്തോടു കൂടി തൃശ്ശൂർ പൗരാവലി ഈ ബോൺ നദാലയെ ഏറ്റെടുക്കുകയാണ്. രാഷ്ട്രീയ സാമുദായിക വ്യത്യാസമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ ആളുകൾ ഒഴുകിയെത്തുന്നു. തൃശ്ശൂരിൻ്റെ ഈ ബോൺ നദാലയുടെ 2 വരികളിലേക്ക് നോക്കിയാൽ ആളുകൾ അവിടെ കാത്തുനിന്ന് ഈ പരിപാടികൾ കാണുന്നത് കാണാം. എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ. ഇതാണ് തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക മുഖം, ഒരു ആവേശത്തോടു കൂടി നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നതായിട്ടുള്ള മുഖം. ഏതായാലും വളരെ സജീവമായി തന്നെ ഈ ആളുകൾ എല്ലാവരും ഈ പരിപാടിയുടെ ഭാഗമാകുന്നു. കൂടുതൽ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ച. ഏതായാലും മുഴുവൻ സംവിധാനങ്ങളും സജ്ജമായിട്ടുണ്ട്. പാപ്പാനിമാരുടെ ചുവടുകളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്, അവരുടെ ദൃശ്യങ്ങൾ കൂടി കാണേണ്ടതുണ്ട്, അവരിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. ഏതായാലും ഉദ്ഘാടന പരിപാടികളൊക്കെ പൂർത്തീകരിച്ച് സ്വരാജ് റൗണ്ടിൽ ഈ ബോൺ നദാലയെ കടന്നതോടുകൂടി ആവേശകരമായ ലെവിനിലേക്ക് മടങ്ങി വരാൻ. ലെവിൻ കെ വിജയനും സഹിൻ ആന്റണിയും തുടരുന്നുണ്ട്. ബോൺ നദാല ആരംഭിച്ചിട്ടുണ്ട് തൃശ്ശൂർ നഗരത്തെ പുളകം കൊള്ളിച്ചുകൊണ്ട്.